ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. എൻ അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 3, 4, 5 വചനങ്ങൾ. ആ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്കുചിതം. ചീത്തത്തരം, പൊട്ടച്ചെല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത് എന്ന് തുടങ്ങിയ വചനമാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിലും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധന്മാരുടെ ഇടയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതും പേർ പറയുവാൻ പോലും പാടില്ലാത്തതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് എണ്ണമിട്ട് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധന്മാരുടെ ഇടയിൽ ദുർനടപ്പ്, അശുദ്ധി തുടങ്ങിയുള്ളതായ കാര്യങ്ങൾ ഉണ്ടാകുവാൻ പാടുള്ളതല്ലെന്നും അത് പേർ പറയുന്നതിന് പോലും ഇടമുണ്ടാകാത്ത തലത്തിൽ വിശുദ്ധന്മാർ തങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്നും ഓർപ്പിച്ചിരിക്കുകയാണ്. പിന്നീട് പറയുന്നത് അത്യാഗ്രഹം. ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ മനസ്സില്ലാതെ ആർത്തിയോടുകൂടി ചില ഭൗതിക നന്മകൾക്ക് വേണ്ടി ഓടുന്നവർ. ചീത്തത്തരം, കൃത്യമല്ലാത്ത തലത്തിലുള്ള ജീവിത ശൈലികളെ ഓർപ്പിക്കുകയാണ്. അടുത്തത് പറയുന്നത് പൊട്ടച്ചെല്ല്. ഒരർത്ഥവുമില്ലാത്ത അർത്ഥശൂന്യമായ വസ്തുതകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആളുകൾ. അതോട് ചേർത്താണ് കളിവാക്ക് എന്ന പദവും പറഞ്ഞിട്ടുള്ളത്. ഈ വാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിനു വേണ്ടി ജീവിക്കേണ്ടതിനു വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ച് വിശുദ്ധരെന്ന പദവി നൽകിയാക്കി വച്ചിരിക്കുന്നവരുടെ ഇടയിൽ ഒരിക്കലും പേർ പറയാൻ പോലും പാടില്ലാത്ത 6 കൂട്ടം വസ്തുതകളാണ് ഓർപ്പിച്ചിട്ടുള്ളത്. 1 ദുർനടപ്പ്, 2 അശുദ്ധി, 3 അത്യാഗ്രഹം, 4 ചീത്തത്തരം, 5 പൊട്ടച്ചെല്ല്, 6 കളിവാക്ക്. ഇതൊന്നും വിശുദ്ധന്മാരുടെ ഇടയിൽ ഉണ്ടാകുവാൻ പാടില്ലെന്നും ആ തലത്തിൽ സൂക്ഷ്മതയോടെ ജീവിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കണമെന്നും പൗലോസ് ഈ വാക്യങ്ങളിൽ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വല്ലാത്ത ലോകത്ത്, നമ്മെക്കുറിച്ച് ആരും എന്തും പറയുവാൻ മടിക്കാത്ത ലോകത്ത് നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും നിർമ്മലതയുള്ളവരും പരമാർത്ഥികളും നമ്മുടെ മനസ്സിനെയും നാവിനെയും സൂക്ഷിക്കുന്നവരുമായി തീരുവാനും ആ തലത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അർപ്പണമുള്ളൊരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി നമ്മെ സമർപ്പിച്ച് ജീവിക്കുന്നവരുമായി തീരുവാൻ
നമുക്ക് ഉത്സാഹിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ കണ്ണിനെയും ഒക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് പരമാർത്ഥതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അരുതാത്തതായ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവരായി ഞങ്ങൾ തീരാതെ ദൈവകൃപയിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.